Hi friends, ഇന്ന് നമുക്ക് സോയ കബാബ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയാം. ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇത്രയും മാത്രമാണ് നമുക്കിതിനകത്ത് വേണ്ടത്. നമുക്കല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, 3-4 പച്ചമുളക്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ അല്പം വെള്ളവും ചേർക്കാം. ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ സോയാബീൻ നല്ലതുപോലെ വേവിച്ച് മിക്സിയിൽ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ സവാള നമ്മളെടുത്ത് വെച്ചിരുന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. സോയാബീൻ അരയ്ക്കുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകരുത്, പൊടിയായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ആഡ് ചെയ്തു. നമ്മൾ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചതാണിത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊടി പോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ സോയാബീൻ ആയതുകൊണ്ട് പൊട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അല്പം മൈദ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് മൈദ. ഞാൻ അതിന് അളവ് പറയുന്നില്ല. നമ്മൾ കുഴയ്ക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പാകത്തിന് ആവശ്യത്തിനുള്ള മൈദ നമുക്ക് ഇട്ട് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഏകദേശം മതിയാവും. എന്നാലും നിങ്ങളുടെ ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ചെറുനീളം കുറഞ്ഞ സ്ക്വയറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കാണ് നമുക്കിത് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഓവൽ ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ സാവകാശം കുത്തിക്കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ അതവിടെ അങ്ങനെ ഇരുന്നോളും. അത് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മൈദ ചേർത്താൽ അത് പൊടിഞ്ഞു പോവില്ല. ഇനി നമുക്ക് ഇതുപോലെ എല്ലാത്തിലും ഇതുപോലെ കുത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വൈകുന്നേരത്തെ സ്നാക്സിനൊക്കെ ആവുമ്പോൾ വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന സാധാരണ മസാലകൾ മാത്രം അതിന് മതി. ഇതുപോലെ എല്ലാം ചെയ്തു വെക്കാം. പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം മുഴുവനും തന്നെ ഇതുപോലെ ഉരുട്ടി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വറുത്ത് കോരണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ലപോലെ എണ്ണ ചൂടായി അതിനുശേഷം നമുക്കിത് ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടു വശവും നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറമായതിനു ശേഷം മാത്രം നമുക്കത് കോരിയെടുക്കാം. ഇപ്പൊ എല്ലായിടും ഒരുപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം.
ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ചേരുവകൾ തന്നെ മതി ഇതിന്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ സോയ കബാബ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻസ് അറിയിക്കുക. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ സോയ കബാബ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.